ഹായ് ഫ്രണ്ട്, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ മാൽ ബജാറിൽ ഒരു മാൽ പാർക്കുണ്ട്. അപ്പോൾ നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് വൈകുന്നേരം അങ്ങോട്ടൊന്ന് ഇറങ്ങിയതാണ് കേട്ടോ. കുറേ ദിവസങ്ങളായി വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാൻ പല കാരണങ്ങളുള്ള തടസ്സങ്ങളൊക്കെയാണ്. അപ്പം എല്ലാവർക്കും അറിയാൻ നോർത്ത് ഇന്ത്യയിലൊക്കെ തണുപ്പ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ട് പോവുകയാണ്. പിള്ളേർക്ക് ഇന്ന് ഉച്ച കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് കൂട്ടി അപ്പോൾ ഒന്ന് പിള്ളേരെയൊക്കെ ഒന്ന് കൊണ്ട് ജോനു അവർ പുറകിൽ നടന്നു വരുന്നു. ഓക്കെ, അപ്പോൾ തുടർന്നുള്ള കാഴ്ചകളൊക്കെ നമുക്ക് അവിടെ പോയിട്ട് കാണാം. ഓക്കെ, ഇന്ന് നമ്മൾ ഇങ്ങോട്ടാണ് പോകുന്നത്. ഇതുണ്ടല്ലേ, ഗവൺമെൻറ് ഓഫ് വെസ്റ്റ് ബംഗാൾ മാൾ പാർക്കാണ്. നേരെ ഗേറ്റ് ഇവിടാണ്. ഇവിടെ നമ്മൾ നേരെ അകത്തോട്ട് കയറണം. അകത്തോട്ട് കയറിയിട്ട് ഇവിടെ നമുക്ക് ടിക്കറ്റ് കൗണ്ടറാണ്. അവിടെ വിലയും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ട, കണ്ടല്ലേ, വിലയും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് എത്രയാണ്, അഡൽറ്റിന് 20, 10 അങ്ങനെയൊക്കെ. എന്നിട്ട് നേരെ ഇതിനകത്ത് എൻട്രൻസ് ചെയ്യുക. ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ കണ്ടല്ലേ, മാൾ പാർക്ക് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് നേരെ അങ്ങോട്ട് കയറി പോവാം. ഓക്കെ, അപ്പോൾ അതിനകത്തുള്ള കാഴ്ചകളൊക്കെ പിന്നെ കാണാം. അപ്പോൾ ജെനി ഇങ്ങനെ കയറിയിരിക്കുക, അവൾക്ക് പേടിയാണ്, അവൾ വീഴുമെന്ന് പറയാണ്. ബാ, അവളെ മെല്ലെ പിള്ളേർക്ക് ഇന്ന് വൈകുന്നേരം ആയപ്പം ഒന്ന് കൊണ്ടുവന്നല്ലോ. അയ്യോ 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 അയ്യോ, അങ്ങനെ ജെനി താഴെ എത്തി. നമ്മുടെ ബ്ലസ്സൻ നാട്ടിൽ നിന്ന് വന്നാണ്. അവനും പിള്ളേരോട് കളിക്കാനുള്ള ബ്ലസ് ഇരുന്നപ്പോഴത്തേക്ക് അതൊക്കെ ഇളകി. അയ്യോടാ, ഇപ്പം എല്ലാം കൂടി മറിഞ്ഞു കുത്തി പോയനേലോ. കയറ് ജനതമല്ലേ, സ്ലോലി. അങ്ങനെ ജോനു ഇങ്ങനൊരു ചെറിയൊരു പാർക്കാണ് കേട്ടോ. ഈവനിങ്ങിൽ പേരൻസും കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് വന്നിരിക്കാൻ പറ്റിയൊരു ചെറിയൊരു പാർക്ക് മാൽ ബജാറിലുള്ളതാണ്. മാൽ പാർക്ക് എന്നാണ് പറയുന്നത്. പ്ലസ് ഇപ്പം അവൻ്റെ അടുത്ത് അവളിങ്ങനെ ഓടിക്കളിക്കുന്നു. പിന്നൊരു ചെറിയൊരു കൊച്ച് ഔട്ടിംഗ് ആണ് നമ്മുടെ. അങ്ങനെ ജോനും ജെനിയും ദേ ഊഞ്ഞാലിലാടുകയാണ്. ജാനി, ജോനു പിന്നെ വലുതേ, അവള് പിന്നെ ചെറുതായതുകൊണ്ട് പിന്നെ രണ്ടുപേരും അങ്ങനെ കളിക്കുന്നു. പിള്ളേർക്കൊരു സന്തോഷം, തണുപ്പ് സമയമാണ്. ഇത് കാണുമ്പോൾ പഴയ കുട്ടിക്കാലം. പക്ഷെ അന്നൊന്നും പാർക്കൊക്കെ കുറവല്ലേ, അല്ലേ? അന്നൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ മരത്തിൽ നമ്മൾ മുന്നാലൊക്കെ കെട്ടി ആടുക, അതൊക്കെ രസമായിരുന്നു. ഒന്നുമില്ല. അയ്യോ, പൊട്ടിപ്പോയല്ലേ. അപ്പം ഇതാണ് കേട്ടോ മാൾ പാർക്ക്. ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റും. ഇവിടെ നിന്നൊക്കെ അവിടെ ആൾക്കാർ ഡാൻസ് കളിക്കുകയും റീൽസ് എടുക്കുകയും. ജാനി ഇതൊരു ഇതിലേ പോയി അവിടെ പിള്ളേർക്ക് കളിക്കാനുള്ള സൗകര്യങ്ങൾ പിള്ളേർക്ക് തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെക്ഷനായിട്ട് അവർ അപ്പുറം ഉണ്ടാക്കിയേക്കുന്നു. നല്ല രസമുണ്ട്. ഇപ്പം ഒരു ഡ്രൈ ആണ്, കാരണം തണുപ്പ് സമയമാണല്ലോ. ഇനി നമ്മളിതിലെ മുന്നോട്ട് പോവുകയാണ്. മഴ സമയത്ത് നല്ല രസമുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു പാലമുണ്ട്. ഇവിടെ നല്ല ഇതുണ്ട്, നമുക്ക് കാണിച്ചു തരാം. ഞാൻ ചെറിയൊരു നദിയുണ്ട് കേട്ടോ. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, വെള്ളമില്ലാത്ത അവസ്ഥ. അതിങ്ങനെ അവിടെ മഴ സമയത്താണെങ്കിൽ നല്ല രസമായിരിക്കും കാണാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും അകത്തോട്ട് പോവാണേ. ഇനി അകത്ത് പോയിട്ട് കാഴ്ചകളൊക്കെ കാണാം. കയറി ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ചെറിയൊരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ലൊക്കേഷൻ മാപ്പ് ഓഫ് മാൽ പാർക്ക് എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇനിയിപ്പോൾ എന്തായാലും ഇങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ. നമ്മൾ ഈ വഴിക്ക് പോകുമെന്ന് വിചാരിച്ചു. ഇവിടെ ചെറിയൊരു ട്രെയിൻ എന്ന് പറയാൻ കണ്ടില്ലേ, ടയറൊക്കെ കൊടുത്ത് ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് കയറാം. നമ്മൾ ഇതിന് മുമ്പ് ഇവിടെ വന്ന് കയറിയിട്ടുണ്ട്, അതിന് കയറുന്നില്ല. അതിൻ്റെ കൗണ്ടറും കാര്യങ്ങളും ഇവിടെയാണ്. ഇത് കണ്ടില്ലേ, ഇതിങ്ങനെയാണ്. അപ്പം ഇതിനകത്ത് കയറുന്നതിന് ഒരാൾക്ക് 5 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് 25 രൂപ വെച്ചാണ്. പിള്ളേർക്കൊക്കെ വരുന്നവർക്കൊക്കെ ഒരു ടൈം പാസ്സാണ്. നിങ്ങൾക്ക് കയറാം. കണ്ടല്ലേ, നല്ല രസമുണ്ട്. കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒന്ന് റൗണ്ട് അടിച്ച് അവർ കൊണ്ടുവരും. നടക്കേണ്ടവർക്ക് നടക്കാം. ഇങ്ങനെ നടന്നിങ്ങനെ പോയി. അതിൻ്റെ അപ്പുറം വേറെ പാടമാണ്. നമ്മളിവിടെ നിന്ന് ഷോർട്ട് കട്ടായിട്ട് ഇതിൽ അങ്ങ് ഇറങ്ങുകയാണ്. പിന്നെ പല രീതിയിലുള്ള ഷൂട്ടിംഗ് ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇതുണ്ട്, എനിക്ക് തോന്നുന്നു ആ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആയിരിക്കും. അതിൻ്റെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. കല്യാണമൊക്കെ കഴിഞ്ഞ് കല്യാണം അതിൻ്റെ ഒക്കെ എടുക്കാനും ഒക്കെ ആളുകളിവിടെ പലപ്പോഴായിട്ട് വരാറുണ്ട്. ഒരു ചെറിയൊരു വൈകുന്നേര സമയങ്ങളിൽ വന്നിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് മാൾ പാർക്ക്. ഓക്കെ, പിന്നെ ഉണ്ടല്ലേ ഇവിടെ ട്രഡീഷണൽ ആയിട്ടുള്ള ആദിവാസികളുടെ ഇതാണ്. ഒരു ഡാൻസും കാര്യങ്ങളൊക്കെ നമ്മളെല്ലാ വില്ലേജുകളിലൊക്കെ പോകുമ്പം അവർ നമ്മളെ വെൽക്കം ചെയ്യാനൊക്കെ ആയിട്ട് ഇങ്ങനെ ഇത് ചെയ്യുന്നൊരിത്. ഓക്കെ, വീണ്ടും നമ്മൾ മുന്നോട്ട് പോവാണ്. ജസ്റ്റ് ഒന്ന് പാർക്കൊന്ന് കാണിക്കുന്നേ ഉള്ളൂ. ഓക്കെ, കണ്ടില്ല, ഇതെല്ലാം വെട്ടിക്കളഞ്ഞേക്കാണ്. ചെറിയതായിട്ട് തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ ഇവിടെ പൂവൊക്കെ ഇതേ നന്നായിട്ട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഒരു സെപ്റ്റംബർ ഒക്ടോബറിലൊക്കെയാണ് നല്ല രസമായിരിക്കും കേട്ടോ.
ഇവിടെ എല്ലാം ഞാൻ അങ്ങോട്ട് പോയിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇതേ ഹോട്ടലൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു നല്ല അടച്ചു എന്ന് തോന്നുന്നു. ഉണ്ടല്ലേ, മമതാ ബാനർജി ഗവൺമെൻറ് ഓഫ് വെസ്റ്റ് ബംഗാളിൻ്റെ ആണ്. അതെല്ലാം ഇത് ചെയ്തു. എവിടെ എന്താണ്ട് പിള്ളേർ പറഞ്ഞു ഫിഷ് ഉണ്ടെന്ന്. ഒരു തേങ്ങ അല്ല തെങ്ങ് ഇതിൻ്റെ ചോട്ടിൽ നിന്ന് എടുത്തിട്ട് വേണം തലയിലോട്ട് വീഴും. തേങ്ങ ചതിക്കില്ലെന്നൊക്കെ പറയും. ഉടങ്ങി നിൽക്കുന്ന മടലൊക്കെ ഉണ്ട്. ഇവിടെ എന്താണ്ട് ഫിഷ് ഉണ്ട് പിള്ളേർക്ക്. അത് കൊള്ളാം. അവർ നല്ലൊരു അക്വേറിയം. ഇങ്ങനെ പിള്ളേർക്കൊക്കെ ഒരു രസം ഇവിടെ കേട്ടോ. നമ്മളിപ്പം നാട്ടിലല്ലാത്തതുകൊണ്ട് അതുമായിട്ടൊന്നും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. നമുക്കുള്ള താമസിക്കുന്ന സ്ഥലങ്ങളിലെ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മളെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ് ഇതൊക്കെ. ഇതിൻ്റെ പാർക്കിൻ്റെ ഒരു ഓവർവ്യൂ എന്നൊക്കെ പറയാം. നമ്മളിങ്ങനെ അറ്റം വരെ എത്തി. ഇങ്ങനെയാണ്, കണ്ടില്ലേ, ഈ നടുക്ക് വെള്ളമൊക്കെ പമ്പ് ചെയ്ത് കളർ ലൈറ്റൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഒരു ഓണാക്കിയിട്ടില്ല. എന്തോ ഇതിൻ്റെ പുറകിൽ ക്വാർട്ടേഴ്സാണ്. ഇത് നോക്കാനുള്ള ആളുകളും കാര്യങ്ങളൊക്കെ താമസിക്കുന്നത്. അതുണ്ടല്ലേ, അതിൻ്റെ അപ്പുറത്തോട്ട് നമുക്ക് പോകാം. അവിടെ ചെറുതായിട്ട് കുറച്ച് എന്തോ പറയുന്നത് മുയൽ അങ്ങനെയുള്ള കാര്യങ്ങൾ. അവിടെ അപ്പുറം പാർക്ക് തന്നെയാണ്. ഇത് മെയിനായിട്ട് പിള്ളേർക്ക് വേണ്ടിയാണ്. ഓക്കെ, ഉണ്ട് 2 പക്ഷികൾ. അവരത് ഇങ്ങനെ വെട്ടി എൻ്റെ മുമ്പിൽ ഇങ്ങനെ ഉണ്ടാക്കിയേക്കുന്നു. അതിനകത്ത് അവിടെ ഗേറ്റ് ലോക്ക്, എനിക്ക് തോന്നുന്നു എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അതിനകത്ത്. ഓക്കെ, ഇതുണ്ടല്ലോ ഇങ്ങനെ പല രീതിയിലും ചെടിയൊക്കെ ഇങ്ങനെ വെട്ടി. നല്ല രസമാണ്, മറ്റുള്ളവരെ ആകർഷിക്കാനും. ഇവിടെ നല്ല രസമായിരുന്നു നേരത്തെ വരികയാണെങ്കിൽ. കാരണം ഈ ഒരു പൂ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ, ഇതിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നൊരു സമയം ഉണ്ടായിരുന്നു. ഇതിനകത്തൂടെ ഇങ്ങനെ ഉണ്ടല്ലേ. ഇവിടെ എന്തൊക്കെയോ നട്ടിട്ടുണ്ട്. കുറച്ചും കൂടിയൊക്കെ കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അതിനകത്തൂടെ ഞാനും നടക്കുകയാണ്. നല്ലൊരു ഇതുണ്ട് കേട്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അങ്ങനെ ഒരു ചെറിയൊരു പാർക്കും സംഭവങ്ങളുമാണ്. നമ്മൾ അതിന് വെളിയിലിറങ്ങി മുന്നോട്ട് പോവാണ്. അതേ ഇങ്ങനെയൊരു പാലവും കാര്യങ്ങളും ഞാൻ നേരത്തെ കാണിച്ച്. വെള്ളമൊന്നുമില്ല, കണ്ടില്ലേ. മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പല കാര്യങ്ങളിലുള്ള സംഭവങ്ങളുണ്ട്. ഞാൻ ജസ്റ്റ് അവിടെ ഒന്ന് പോയി അതും കൂടി ഒന്ന് കാണിക്കാം. ചെടികൾ നമുക്ക് കാണാം. ഇതെല്ലാം മെഡിസിനാണ്, മെഡിസിൻ്റെയാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാകുക. അതൊക്കെ മാഞ്ഞു തുടങ്ങി. അങ്ങോട്ട് പോകാൻ പറ്റില്ല, നോ എൻട്രി ആണ്. കണ്ടില്ലേ, പലതരത്തിലുള്ള മെഡിസിൻ എന്തോ പറയുന്നത് വൃക്ഷങ്ങളോ ചെടികളൊക്കെയാണ് ഇവിടെ. ഓക്കെ, നമ്മൾ വീണ്ടും മുന്നോട്ട് പോവാണ്. ഇവിടെ ഈ ഒരു സംഭവം ഉണ്ട് കേട്ടോ, ഗിനി പിക്ക് എന്നൊക്കെ പറയുന്നു. അതിനെയൊക്കെ ഇങ്ങനെ വിളിക്കുമ്പോൾ അതിങ്ങനെ വരുന്നുണ്ട്. എന്തേലും തിന്നാൻ കൊടുക്കുമെന്നൊക്കെ പറഞ്ഞായിരിക്കും. നമുക്ക് അതിനുള്ള ഇതൊന്നും ഇല്ല അവിടെ കൊടുക്കാനൊന്നും. പിന്നെ ഇങ്ങനെ കുറച്ച് ലവ് ബേർഡ്സും കാര്യങ്ങളൊക്കെ അവരിങ്ങനെ വളർത്തുന്നുണ്ട്, വരുന്നവർക്ക് കാണാനും ഒക്കെ ആയിട്ട്. ഓക്കെ, കുഴപ്പമില്ല. പിന്നെ അവിടെ കുറച്ച് മുയൽ, അതുകൊണ്ട് നമുക്ക് കാണാം. കുറേ മുയലിനെ പുള്ളി ഇപ്പോൾ പുല്ലൊക്കെ ഇട്ട് കൊടുത്തേക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളെല്ലാം. ജോനുവിനെ ജനിയെ ഈ കൂട്ടിനകത്ത് കയറ്റിയിട്ടു. അവർക്കൊന്ന് ചാടിക്കളിക്കാൻ ഒരു ആഗ്രഹമുണ്ട്. വേറൊരു പെങ്കൊച്ചുണ്ടായിരുന്നുകൊണ്ട് അവർ തെറിച്ചു പോവായിരുന്നു. 10 രൂപയേ ഉള്ളൂ. അവിടെ വെച്ചോ. ഇനി അവർക്ക് കളിക്കാനുള്ള അവസരം കൊടുത്തേക്കാണ് നമ്മളിപ്പോൾ. ഇനി അവരുടെ കളികളാണ്. അയ്യോ, കളിച്ചോ, ചാട് ചാട്. പിള്ളേർക്ക് അതൊക്കെ ഒരു സന്തോഷം, കണ്ടില്ലേ. നമ്മൾ പാർക്കിലെ പരിപാടിയും പിള്ളേരെയൊക്കെ കളിപ്പിച്ചു കഴിഞ്ഞു. ഇനി നമ്മളിവിടെ നിന്ന് ഇറങ്ങി പുറത്തോട്ട് പോകാൻ നിൽക്കുകയാണ്. എന്തായാലും ചായ വല്ലതും കുടിക്കണമെന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇവിടുത്തെ സംഭവങ്ങൾ. ഇനി പുറത്തോട്ട് പോയിട്ട് കാണാം. ഹായ്. അപ്പോൾ അത് രണ്ടും ഇങ്ങനെ ഇരുന്ന് ഊഞ്ഞാലൊക്കെ ആടുകയാണ് രണ്ടുപേരും. ഹായ്. ഓക്കേടാ. അപ്പോൾ അതെ, നമ്മൾ കുറച്ച് നേരം നോക്കി വന്നപ്പോഴത്തേക്ക് അവർ അത് തുറന്നു കേട്ടോ. പക്ഷെ ഇതിൻ്റെ നല്ല ഭംഗി എന്ന് പറയുന്നത് കുറച്ചും കൂടി ഇരുട്ടാവണം, ഉണ്ടല്ലേ.